ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അറഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദേശിനെ അങ്കിളിനെ കാണിച്ചുകൊണ്ടാണ്. അങ്കിൾ പറയും, എനിക്ക് നിന്നെ കണ്ടിട്ട് എവിടെയോ കണ്ടുപരിചയമുള്ള പോലെയുണ്ട്. നിൻ്റെ പേര് എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷേ എനിക്കതങ്ങ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അദേശ് പറയും, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അബ്രോഡിലായിരുന്നു. പക്ഷേ അങ്കിളിനാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കാനും പറ്റുന്നില്ല. എങ്കിലും നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും എന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ നിൻ്റെ ഭാര്യയുടെ അങ്കിളാണ്, അതായത് ഹൈദറിൻ്റെ സഹോദരൻ. എൻ്റെ പേര് റിസ എന്നാണ്, ഞാൻ റിസ എൽദ്രിം എന്ന് പറഞ്ഞ് അവരവരെ പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷേ അദേശ് അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവർ കൈ കൊടുക്കുമ്പോൾ അദേശ് തിരിച്ച് കൈ കൊടുക്കുന്നൊന്നുമില്ല. അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോകും. അദേശ് നേരെ സ്റ്റഡി റൂമിലേക്കാണ് പോകുന്നത്. അവരുടെ കൂടെ തന്നെ ജമാലും മുസൈനും ആസ്ലി ഉണ്ടാവും. അവർ 3 പേരും കൂടി അവിടെ സംസാരിക്കായിരിക്കും. അയാൾക്ക് അദേശിന് ഓർമ്മയുണ്ടോ എന്നൊരു ചെറിയ ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുസൈൻ പറയും, ഇനി അഥവാ അയാൾക്ക് നിന്നെ ഓർമ്മയുണ്ടെങ്കിലോ? അത് കേൾക്കുമ്പോൾ അദേശം പറയും, അതിനത്ര ചാൻസ് ഇല്ല, കാരണം ഇവിടെ വരുമ്പോൾ നെർമിനും ഹൈദറിനെ മനസ്സിലാവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എന്നെ മനസ്സിലായില്ല, അപ്പോൾ ഇയാൾക്ക് എന്നെ മനസ്സിലാവാനൊന്നും പോകുന്നില്ല. പക്ഷേ മുസൈൻ പറയും, അത് നമുക്ക് അവനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അവനൊരു നാശം പിടിച്ചവനാ, എല്ലായിടത്തും അവൻ്റെ കണ്ടുണ്ടാവും, നമ്മളവനെ സൂക്ഷിക്കണമെന്ന് മുസൈൻ അവരോട് പറയും. ഇതിൻ്റെ ഇടയിൽ അദേശ് ആസ്ലിയോട് നസീറിനെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അവൻ്റെ വീക്ക്നെസ് എന്താണെന്നൊക്കെ മനസ്സിലായി അവനെ തകർക്കാൻ അവരുടെ പ്ലാന്. അതിനെക്കുറിച്ച് നീ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആസ്ലി ആദ്യം ഒന്ന് പരുകുന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടുന്ന് പോകുമ്പോഴാണ് മാജൻ അങ്ങോട്ട് വരുന്നത്. മാജൻ വന്ന പാടനെ അദേശിനോട് ചോദിക്കും, നീ എന്താ അങ്കിളിനോട് കാണിച്ചത്? ഒരു ഗസ്റ്റ് ഇവിടേക്ക് വരുമ്പോൾ അവരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, നീ കുറച്ച് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് അവരോട് പെരുമാറിയത്. ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, അതിനുള്ള ഒന്നാമത്തെ റീസൺ എനിക്ക് വിളിക്കാതെ വരുന്ന അതിഥികളെ ഇഷ്ടമല്ല. രണ്ടാമത്തെ റീസൺ ഓരോരുത്തർക്ക് അവർ അർഹിക്കുന്ന പോലെ ഞാൻ കൊടുക്കാറ്. എങ്കിൽ ശരി, നീ അതെല്ലാം വിട്ടേക്ക്. ഞാൻ നിന്നോട് നേരത്തെ ഒരു ഹെൽപ്പ് ചോദിച്ചിരുന്നല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, നീ താഹിറിനെ കുറിച്ചല്ലേ പറയുന്നത്? എനിക്കിപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് ആയാൽ പോരെ? പറ്റില്ല, എനിക്ക് അവൻ ഇപ്പം തന്നെ കണ്ടുപിടിക്കണം. നിനക്കതിനെ സഹായിക്കാൻ കഴിയോ ഇല്ല എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അതെന്താ നിനക്ക് അവൻ ഇപ്പം തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്? അവൻ നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, താഹിർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റും പ്രഷ്യസുമാണ് എന്നും പറഞ്ഞ് മാജൻ അവിടെ നിന്നും പോവും. മാജൻ അദേശിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അവൻക്ക് ഒത്തിരി സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയും അങ്കിളിനെയാണ്. ഈ റിസയും ഹൈദറും തമ്മിൽ ഇത്ര അധികം നല്ല രീതിയിൽ പോകത്തത് അവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഈ റിസ എന്ന് പറയുന്നത് അത്ര നല്ലവനൊന്നല്ല. ഹൈദർ എന്ന് പറയുന്നത് തന്നെ ഒരു വൃത്തിയിട്ട സാധനമാണ്. ഹൈദറിന് റിസനെ പറ്റിയില്ലെങ്കിൽ പിന്നെ അവനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ റിസ എന്ന് പറയുന്നത് ഹൈദറിൻ്റെ ബ്രദറാണ്, അതായത് ഹൈദറിൻ്റെ അനിയൻ. ഇവന് ഓരോ പ്രശ്നങ്ങൾ പോയി ചാടും. എന്നിട്ട് എന്തെങ്കിലും പൈസയുടെ കാര്യം വരുമ്പോൾ അപ്പം അവൻ ഹൈദറിൻ്റെ അടുത്തേക്ക് വരും. ഇപ്പോഴും അവൻ അതേപോലെ ഒരു പൈസയുടെ കാര്യത്തിൽ കുടുങ്ങി പൈസ ചോദിക്കാൻ വന്നിരിക്കുകയാണ് ഹൈദറിൻ്റെ അടുത്തേക്ക്. ഇത് കേൾക്കുമ്പോൾ ഹൈദറിന് നല്ല ദേഷ്യം വരും. എനിക്ക് അപ്പോഴേ അറിയാം നീ ഇതിന് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന്. എൻ്റെ കാര്യം നിനക്ക് തരാനിപ്പോൾ ഒരു പൈസ പോലില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ കട്ടപ്പുകയിലാണ് നിൽക്കുന്നത്, പിന്നെ നിനക്ക് എങ്ങനെ ഞാൻ പൈസ തരാൻ പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ റിസ അവൻ്റെ തനി രൂപം പുറത്തിറക്കും. ഹൈദർ മുൻപ് ചെയ്തിരുന്ന ഒരുപാട് ഡേർട്ടി ബിസിനസ്സുകളും ട്രക്കിങ്ങും അങ്ങനെ ഒരുപാട് ഇല്ലീഗൽ കാര്യങ്ങളുടെ എല്ലാം ഫയൽ നമ്മുടെ റിസിൻ്റെ അടുത്തുണ്ട്. അവനെന്തെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊട്ടണമല്ലോ, അതിനുവേണ്ടി അതെല്ലാം റിസി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ ഹൈദറിനെ ഭീഷണിപ്പെടുത്തും. മര്യാദക്ക് തന്നില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതം ഇതിലും കട്ടപ്പുകയാവുമെന്ന് റിസി പറയും. ഇത് കേൾക്കുമ്പോൾ ഹൈദറിന് നല്ല ദേഷ്യം വരും. പിന്നീട് കാണിക്കുന്നത് മാജനെയാണ്. അവൾ താഹിറിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കുറേ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോൾ അവിടേക്ക് റിസയും ഹൈദറും വരുന്നുണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ താഹിറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ അവനെ അന്വേഷിക്കാൻ പോവാണ്, ഞാൻ കുറേ അക്കൗണ്ട്സിലൊക്കെ നോക്കുന്നുണ്ട്, അവൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹൈദർ അത് ഇഷ്ടപ്പെടില്ല. നീ എന്തിനാണ് വെറുതെ അവനെക്കുറിച്ചുള്ള അന്വേഷിച്ച് പോകുന്നതെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അങ്കിൾ അവളോട് പറയും, അതെന്താടാ ഹൈദർ നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ മോളുടെ ഒരു ആഗ്രഹമല്ലേ? അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നില്ലേ താഹിർ? സത്യം പറഞ്ഞാൽ അങ്കിളിനും താഹിറിനും നല്ല ഓർമ്മയുണ്ട്. മോളെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഈ അങ്കിൾ മോളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് റിസ വെറുതെ ഹൈദറിന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാജനോട് പറയും. അപ്പോഴാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിന്നാസ് അങ്ങോട്ട് വരുന്നത്. മോൾ താഹിറിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ സാധനങ്ങളെല്ലാം സമ്മർ ഹൗസിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മാജൻ നല്ലൊരു ക്ലൂ ആണല്ലോ കിട്ടിയത്. അവൾക്ക് എന്തായാലും അവിടെ പോയ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് മനസ്സിലാവും. അങ്ങനെ അവൾ അവിടേക്ക് പോകാൻ നോക്കും. അവൾ സമ്മർ ഹൗസിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അദേശ് അവിടെ വന്ന് അവളെ തടയുന്നത്. നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മാജൻ കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ അദേശ് അതിന് സമ്മതിക്കില്ല. നീ ഇപ്പോൾ എവിടേക്കും പോകുന്നില്ല, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടതാണ്, പോയി റെസ്റ്റ് എടുക്കുന്നു പറയും. പക്ഷേ മാജൻ അതിന് സമ്മതിക്കില്ല. എനിക്ക് ആ സമ്മർ ഹൗസിലേക്ക് ഒന്ന് പോയി ജസ്റ്റ് കണ്ടാൽ മതി, അവിടെ എന്തെങ്കിലും അവനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരും. പക്ഷേ അദേശ് അതിന് സമ്മതിക്കില്ല. അവൻ ഒരേ വാശി, നീ എവിടേക്കും പോകുന്നില്ലെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് തന്നെ പറഞ്ഞേക്കും. ഇതെല്ലാം ആസ്ലി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആസ്ലി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നസീറിനെ വിളിച്ച് കാര്യങ്ങൾ പറയും. അവളിപ്പോൾ സമ്മർ ഹൗസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ അദേശ് അതിന് സമ്മതിച്ചിട്ടില്ല.
പറ്റില്ല, നീ വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവളെ ഇവിടുന്ന് കൊണ്ടുപോയിക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നസീർ നല്ല സന്തോഷമാവും. നസീർ നേരെ മേജിനെ വിളിച്ച് അവളോട് ചോദിക്കും, നിന്റെ അവസ്ഥയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എന്തായാലും നീ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഞാൻ തന്നെ വേണമെങ്കിൽ കടൽ തീരത്തേക്കൊന്ന് കൊണ്ടുപോകാം, ഞാൻ എന്തായാലും അവിടേക്ക് പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കിപ്പോൾ തൽക്കാലം കടൽ തീരത്തേക്ക് പോകണ്ട, സമ്മർ ഹൗസിലേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, എങ്കിൽ ശരി, നമുക്ക് അവിടേക്ക് പോകാം, നീ എവിടെ പറഞ്ഞാലും നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നസീർ അവിടെ റെഡിയായി നിൽക്കാൻ പറയും. പിന്നീട് കാണിക്കുന്നത് അദേശിനെയും ജമാലിനെയാണ്. അവർ രണ്ടുപേരും ബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം റിസ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. റിസയ്ക്ക് അദേശിനെ എന്തോ ഒരു കണ്ടുപരിചയം പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ റിസ ഏത് നേരം ഇപ്പോൾ അദേശിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ബോക്സിംഗ് എല്ലാം കഴിഞ്ഞ് അദേശ് ഷർട്ട് ഊരി കഴിയുമ്പോഴാണ് അവൻ്റെ പുറത്തുള്ള ആ വലിയ പാടുകൾ റിസ ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ റിസയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരും. ഈ പാടുകൾ ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് റിസയ്ക്ക് അദേശിന് നല്ല ഡൗട്ട് തുടങ്ങും. അങ്ങനെ മേജ വേഗം റെഡിയായി അദേശിനെ കാണാതെ പുറത്തിറങ്ങും. നസീറും അവിടേക്ക് വന്ന് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോകും. ഇതെല്ലാം ജമാൽ കാണുന്നുണ്ടായിരുന്നു. ജമാൽ വേഗം ഇതെല്ലാം അദേശിനോട് പറയാൻ വേണ്ടി പോകും. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെ നിർമ്മിനെയാണ്. ഹൈദർ ഈ കാര്യങ്ങളെല്ലാം നിർമ്മിനോട് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ദേഷ്യം വരും. എന്താണെങ്കിലും അവൻ്റെ അടുത്തുള്ള ആ ഫയൽ നമുക്ക് കണ്ടുപിടിക്കണം, എങ്കിലേ അവർക്ക് നമ്മൾ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്താതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നിർമ്മിന ഒരു കാര്യം ആലോചിക്കുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സമ്മർ ഹൗസിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവൻ അവിടെ എങ്ങാനും ഈ ഫയലുകളെല്ലാം വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും അവൻ്റെ വീട്ടിലിങ്ങനെ വെക്കാൻ ചാൻസ് ഇല്ല, കാരണം അവൻ ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ. അതെല്ലാം കേൾക്കുമ്പോൾ ഹൈദർ വേഗം ആ സമ്മർ ഹൗസിലേക്ക് പോകാമെന്ന് വിചാരിക്കും. അപ്പോഴേക്കും മേജനും നസീർ അവിടെ എത്തിയിട്ടുണ്ടാവും. അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് അതിനുള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് അവിടെ നിന്നും അദേശ് ഇറങ്ങി വരുന്നത്. അവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദേശ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. അദേശ് നസീറിനോട് വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പറയും. പക്ഷേ അവൻ പോയില്ലെന്ന് വാശി പിടിക്കും. അത് കാണുമ്പോൾ മേജൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നസീറിനോട് പോകാൻ പറയും. എന്തായാലും ഇപ്പം തൽക്കാലം ഞാൻ പോവാം, പക്ഷേ നിന്നെ ഞാൻ ഇവിടെ നിന്നും എന്നേക്കും പറഞ്ഞേക്കുമെന്ന് നസീർ അദേശിനോട് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം അദേശും മേജനും ചെറിയൊരു വഴക്കുണ്ടാവും. നീ എന്തിനാണ് അവൻ്റെ കൂടെ ഇവിടെ വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ്റെ ഒപ്പം നിന്നെ കാണാൻ പാടില്ലെന്ന്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ മേജനും പറയും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേറെ വഴിയില്ല. ഞാൻ നിന്നോട് ഹെൽപ്പ് ചോദിച്ചു, പക്ഷേ നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നു വിചാരിച്ചു. അപ്പോഴും നീ എന്നെ സമ്മതിച്ചില്ല. പിന്നെ നസീർ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റ്? അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വഴക്കൂടി നിൽക്കും. പിന്നെ അദേശം പറയും, എന്തായാലും നീ ഇവിടെ വന്നില്ലേ, ഇനി നീ കാര്യമെല്ലാം വേഗം സെർച്ച് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇത് കേൾക്കുമ്പോൾ മാജൻ വേഗം സമയം വേസ്റ്റ് ചെയ്യാതെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ അവർ രണ്ടുപേരും മുൻപ് കളിച്ചിരുന്ന ഒരുപാട് ടോയ്സ് എല്ലാം അവിടെ ഉണ്ടാവും. അതെല്ലാം നോക്കി മാജൻ ഒരുപാട് വിഷമാവും. അവൾ അവിടെ നിന്നും അവൻ്റെ ഒരു ക്യാപ്പ് മാത്രം എടുക്കും. വേറൊന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറയും. അപ്പോഴാണ് അദേശിൻ്റെ കോളിലേക്ക് ജമാൽ വിളിച്ച് പറയുന്നത്, ഹൈദർ അവിടേക്ക് വരാൻ നിൽക്കുന്നുണ്ട്, വേഗം അവിടെ നിന്ന് വരണം. ഇത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അദേശ് അവിടേക്ക് വെറുതെ വന്നതല്ല, അവനും ഒരു കാര്യം സെർച്ച് ചെയ്യാൻ വന്നതാണ്. അത് വേറെ ഒന്നുമല്ല, ഹൈദറിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നമ്മുടെ അങ്കിള് പറഞ്ഞ ആ ഹൈദറിനെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും അടങ്ങിയിരിക്കുന്ന ഒരു CD ഫയൽ എല്ലാം അവിടെയുണ്ട്. അതെല്ലാം അന്വേഷിച്ച് തന്നെയാണ് അദേശ് അവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ മേജൻ കാണാതെ അവൻ അവിടെ നിന്നും ആ CD എടുത്ത് അവൻ്റെ പോക്കറ്റിലിടും. അതിനുശേഷം അവർ രണ്ടുപേരും വേഗം അവിടുന്ന് പോകും. അവരവിടെ നിന്ന് പോയി നിമിഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവിടേക്ക് ഹൈദർ വരുന്നത്. ഹൈദർ വന്ന് അവിടെ മൊത്തം മരിച്ചു പെറുക്കും. പക്ഷെ അവനൊന്നും കിട്ടില്ല, കാരണം അവൻ അന്വേഷിക്കുന്ന ഫയൽ ഇപ്പം അദേശിൻ്റെ കയ്യിലാണല്ലോ. അദേശ് മേജനെ കൊണ്ട് വീട്ടിലെത്തി അവൻ ആ വർക്കിംഗ് റൂമിലേക്ക് നടന്നു പോകായിരിക്കും. റിസയാണെങ്കിൽ അദേശിനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അദേശ് ആ വർക്കിംഗ് റൂമിലേക്ക് പോകുന്ന ആ ഒരു ശൈലി കാണുമ്പോൾ അവന് പെട്ടെന്ന് താഹിറിന് ഓർമ്മ വരും. കാരണം താഹിറിൻ്റെയും അദേശിൻ്റെയും ബിഹേവിയർ എല്ലാം ഒരേപോലെയാണ്. പിന്നെ അവൻ്റെ പുറത്തിരിക്കുന്ന ആ പാട്, അതെല്ലാം കാണുമ്പോൾ അതെല്ലാം കൂടി റിസ കണക്ട് ചെയ്യും. അദേശ് നേരെ സ്റ്റഡി റൂമിലേക്ക് വന്ന് അവിടേക്ക് മുസൈനെയും ജമാലിനെ ആസ്ലയും വിളിക്കും. അമ്മേ, ഈ ഒരു സീഡിലിരിക്കുന്ന കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടതാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കും. ഇത് കേൾക്കുമ്പോൾ മുസൈൻ ഒത്തിരി സന്തോഷമായി അദേശിനെ കെട്ടിപ്പിടിക്കും. അപ്പോഴാണ് ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇതെല്ലാം അദേശിൻ്റെയും ജമാലിൻ്റെയും പ്ലാൻ ആയിരുന്നു. അതായത് ഇവർക്ക് ഇതുപോലൊരു അങ്കിളുള്ള കാര്യം അദേശിനും ജമാലിനും അറിയാം. അതുകൊണ്ട് തന്നെ ഹൈദറിനെ കുറിച്ച് എന്തെങ്കിലും സീക്രട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ ഇവിടേക്ക് വരണം. കാരണം ഒരുപാട് മുൻപ് റിസയും ഹൈദറും കൂടി ഒരുപാട് ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫയൽസുകൾ റിസയുടെ കയ്യിലാണെന്ന് അവർക്കറിയാം. അതെല്ലാം റിസ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന് ആ കാര്യങ്ങളെല്ലാം ഇവർക്ക് മനസ്സിലാക്കണം. പക്ഷേ അതിനുവേണ്ടി റിസ എങ്ങനെയും ഇങ്ങോട്ട് വരണം. റിസ ആകെ ഹൈദറിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തെങ്കിലും പൈസയുടെ അത്യാവശ്യം ഉണ്ടാകുമ്പോഴാണ്. കാരണം അവനക്ക് വേറെ ആരോടും പൈസ ചോദിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ആകെയുള്ളത് ഈ ഹൈദർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ എന്തായാലും റിസ ഇവിടേക്ക് വരുന്നവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് റിസയെ അവർ തന്നെയാണ് സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് ആക്കിയത്. അങ്ങനെയാണ് റിസയ്ക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നതും അവനിപ്പോൾ ഹൈദറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതും. ഈ കാര്യങ്ങളെല്ലാം അദേശും ജമാലും കൂടി പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഹൈദർ നിർമ്മിനോട് സംസാരിക്കുന്നത് ജമാൽ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിർമ്മിൻ്റെ വായിൽ നിന്നും ആ സമ്മർ ഹൗസ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജമാൽ ആ കാര്യമെല്ലാം അദേശിനോട് പറഞ്ഞ് അദേശ് അവിടെ സെർച്ച് ചെയ്യാൻ വന്നു. അങ്ങനെയാണ് അവിടെ നിന്നും അദേശിന് ആ ഫയലും CD എല്ലാം കിട്ടിയത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ പ്ലാനാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും.
അങ്ങനെ ആ CD പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിനൊരു പാസ്വേഡ് ഉണ്ടാവും. പക്ഷേ വൈകാതെ തന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ആദേശ് അവരോട് പറയും. അതിനു മുൻപ് ജമാലോട് ആദേശ് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കും. താഹിറിനെ കുറിച്ചുള്ള കാര്യം അത് നീ മേജനോട് പറഞ്ഞേക്ക്. ഇത് കേൾക്കുമ്പോൾ ജമാൽ നേരെ മേജന്റെ അടുത്തേക്ക് പോയി സംസാരിക്കും. നീ താഹിറിനെ അന്വേഷിക്കുന്ന കാര്യം ആദേശ് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താഹിറിനെ കുറിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതിൽ അവനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവനിപ്പം മരിച്ചുപോയി എന്നും പറഞ്ഞ് ഒരു ന്യൂസ് റിപ്പോർട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതുകൂടി കാണുമ്പോൾ മേജൻ ആകെ തകർന്നു പോവും. ഏലിൽ നഷ്ടപ്പെട്ടു, ഇപ്പം എനിക്ക് താഹിറിനെ നഷ്ടപ്പെട്ടല്ലേ. അവരെ രണ്ടുപേരും എനിക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് മേജൻ അവിടെ ഇരുന്ന് കരയും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയാണ്. അവൻ സ്റ്റഡി റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ അവിടേക്ക് റിസ വന്ന് അവനോട് പറയും, ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് നിന്നെ അറിയാമെന്ന്. ഞാൻ നിന്നെ കണ്ടുപിടിച്ചു. നീ വേറെ ആരുമല്ല, നീ താഹിർ തന്നെയാണ് അല്ലേ. ഞാൻ ആദേശ് ഖറാനാണ്. ഓ, അതിപ്പോൾ നീ നിനക്കിട്ട പേരല്ലേ. ശരിക്കുള്ള നിന്റെ പേര് താഹിറാണെന്ന് എനിക്കറിയാം. നീ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. പക്ഷേ നിന്റെ ആ കണ്ണുകളും കണ്ണിൽ നിന്ന് വരുന്ന ആ നോട്ടങ്ങളും അതെല്ലാം താഹിറിന് തന്നെയാണ്. അത് നീ എന്തൊക്കെ പറഞ്ഞ് ആദേശാണെന്ന് കാണിച്ചാലും അതൊരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് കരഞ്ഞുകൊണ്ട് മേജൻ വരുന്നത്. താഹിർ മരിച്ചു എന്ന് അവൾ അവരോട് പറയും. ഇത് കേൾക്കുമ്പോൾ അങ്കിളോട് ചോദിക്കും, ഇത് നിന്നോടാരാ പറഞ്ഞത്? അവളപ്പോൾ ആ ന്യൂസ് റിപ്പോർട്ട് കാണിച്ചു കൊടുക്കും. ഇതിൽ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന താഹിർ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഇതിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ആദേശം പറയും, അതെ നിന്റെ അങ്കിള് പറയുന്നത് ശരിയാണ്. എത്ര താഹിറുണ്ടാവും ഇവിടെ? അതെല്ലാം നീ പറയുന്ന താഹിറാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്കിളും ആദേശിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയും, ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും നീ പറഞ്ഞ നിന്റെ താഹിർ. അവർ ചിലപ്പോൾ ദേശവും പേരും എല്ലാം മാറ്റിക്കൊണ്ട് നടക്കുകയായിരിക്കും. ചിലപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ വരാൻ മടിയുണ്ടാവും. അതുകൊണ്ട് അവർ വേറൊരു ഐഡന്റിറ്റിയിൽ നമ്മൾ കൺമുന്നിൽ തന്നെ കറങ്ങി നടക്കുന്നുണ്ടാവും. അതെല്ലാം നമുക്ക് വൈകാതെ തന്നെ കണ്ടുപിടിക്കാമെന്ന് അങ്കിൾ അവളോട് പറയും. അത് കേൾക്കുമ്പോൾ മേജനും പറയും, നിങ്ങൾ ഈ പറയുന്ന കാര്യം സത്യമാണോ? അപ്പോൾ താഹിർ ഒന്നും സംഭവിച്ചിട്ടില്ലേ? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് അങ്കിൾ അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ മേജന് ഒത്തിരി സന്തോഷമാവും. അതിനുശേഷം അങ്കിൾ ആദേശിനെ നോക്കി പറയും, എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിന്റെ അച്ഛനോടൊന്ന് പറയാനുണ്ട് എന്നും പറഞ്ഞ് അങ്കിൾ അവിടെ നിന്നും പോവും. ഇതെല്ലാം കാണുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം റിസ ഹൈദറിനോട് പറയാൻ വേണ്ടി വരുമായിരിക്കും. അപ്പോഴാണ് ഹൈദർ അവിടെ ഇരുന്ന് അവനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവുക. അതെല്ലാം കേൾക്കുമ്പോൾ റിസ ഹൈദറിനോട് പറയും, ഓ നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയായിരുന്നല്ലേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി വരികയായിരുന്നു. എന്തായാലും ഇനി ഞാനത് പറയുന്നില്ല. അങ്ങനെ റിസ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഹൈദറിനെ ചൊറിയാൻ വരികയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ സഹിയായിട്ട് ഹൈദർ അവൻ്റെ ഗണ്ണെടുത്ത് അങ്ങനെ നേരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കും. അപ്പോഴാണ് അവിടേക്ക് മേജൻ വരുന്നത്. അത് കാണുമ്പോൾ ഹൈദർ വേഗം ആ ഗണ്ണ് ഒളിപ്പിക്കും. അതിനുശേഷം റിസ മേജനോട് പറയും, നീ ആദേശിനോട് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവും. അതിനുശേഷം മേജൻ നേരെ ആദേശിൻ്റെ അടുത്തേക്ക് വന്ന് ഈ കാര്യം പറയാൻ വരികയായിരിക്കും. അപ്പോഴാണ് അവൻ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്നത് തെറ്റായ രീതിയിലായിരിക്കും. അപ്പം മേജനും പറയും, നീ ഒരു കുടുക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ആദേശ് അവൻ ഇട്ടതെല്ലാം ഊരി ഒന്നും കൂടി ഇടാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ മേജൻ അവിടെ വന്ന് അവനെ ഷർട്ട് ഇടാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം മേജൻ അവനോട് റിസ അവനെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം പറയും. അത് കേൾക്കുമ്പോൾ ആദേശ് അവിടെ നിന്നും പോവും. അങ്ങനെ ആദേശ് റിസയെ കാണാൻ വേണ്ടി പോവും. റിസ വേറെ ഒന്നിനായിരിക്കില്ല വിളിച്ചിട്ടുണ്ടാവുക. ഭീഷണിപ്പെടുത്തുക പറയുന്നത് അവൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് തന്നെ ആദേശ് താഹിറാണെന്ന കാര്യം എല്ലാവരോടും വിളിച്ചു പറയുന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആദേശിനെ ഭീഷണിപ്പെടുത്തും. ഇതാരും അറിയണ്ടെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞ അത്ര തുക എനിക്ക് തന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ ആദേശ് നല്ല ചിരി വരും. അത് ഞാൻ ഒരിക്കലും നിനക്ക് തരാൻ പോകുന്നില്ല. പക്ഷേ നീ ഒരു ഭയങ്കര എടുത്തുചാട്ടക്കാരനാണ്. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വരാൻ പാടുണ്ടോ എന്ന് പറഞ്ഞതും അവിടേക്ക് ആദേശിൻ്റെ ആൾക്കാരെല്ലാം വന്ന് അവൻ്റെ മുഖത്തൊരു മുഖം മൂടിയിട്ട് അവൻ അവിടെ നിന്നും കൊണ്ടുപോകും. അതിനുശേഷം അവർ ഗോഡൗണിലേക്ക് കൊണ്ടുപോവാണ്. അതിനുശേഷം അവിടെ വെച്ച് ആദേശ് അവനോട് എല്ലാ കാര്യങ്ങളും പറയും. നീ ഇപ്പം എൻ്റെ മുന്നിൽ ഇനി ഇരിക്കാനുള്ള കാരണക്കാരന് ഞാൻ തന്നെയാണ്. നീ എന്നോട് മുൻപ് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ റിസയും പറയും, നീ എന്താ വിചാരിക്കുന്നത്? ആ ഫയലുകളെല്ലാം നിനക്ക് കിട്ടാൻ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അത് നിന്റെ കയ്യിൽ കിട്ടില്ല. ആദേശ് പറയും, ആ CD ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ CD-യിൽ നീ അന്വേഷിക്കുന്ന ഒരു കാര്യമില്ലെന്ന് റിസ അവനോട് പറയും. എങ്കിൽ ഹൈദറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് അറിയണം. അവനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് നീ എന്നോട് പറയുന്നതാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊല്ലും. ഇത് കേൾക്കുമ്പോൾ റിസയ്ക്ക് നല്ല ചിരി വരും. അത് നിനക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം നീ ഒരു കൊലയാളിയല്ലല്ലോ. അതുകൊണ്ട് വെറുതെ വാചകടിക്കാന്നല്ലാതെ നിനക്ക് ഒരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, പണത്തിൻ്റെ പേരിൽ നിന്റെ പിറകെ കുറേ പേര് വരുന്നുണ്ടല്ലോ. അവരുടെ കൈ പെടുന്നതിനേക്കാളും നല്ലത് നീ എൻ്റെ കൈ കൊണ്ട് ചാവുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നീ ശരിക്കും ആലോചിച്ച് തീരുമാനിച്ചോന്നും പറഞ്ഞ് ആദേശ് അവിടെ നിന്ന് പോകും. അത് കേൾക്കുമ്പോൾ റിസയ്ക്ക് അല്പം പേടിയാവുന്നുണ്ട്. മേജനാണെങ്കിൽ ഒരുപാട് നേരമായിട്ടും ഉറങ്ങാതെ തന്നെ ആദേശിനെ കാത്തിരിക്കുകയായിരിക്കും. അവൻ വരുന്നത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സമാധാനമാവും. അവനെ കണ്ടപാട് തന്നെ മേജൻ അവനോടൊരു 100 ചോദ്യങ്ങൾ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എന്താ ഒരു കാര്യം മറന്നുപോയോ? നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു നാടകം മാത്രമായിരുന്നു. നീ ഇപ്പോൾ ശരിക്കുള്ള ഭാര്യമാർ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ മേജന് പറയും, അതിന് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ച് പേടിച്ച് ചോദിച്ചൊന്നുമില്ല. നിന്നെ കാണണമെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷം അങ്കിളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് തവണ അങ്കിളിനെ വിളിച്ച് ചോദിച്ചു നോക്കി.
നോക്കി, പക്ഷേ അങ്കിൾ ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. അങ്കിളിന് എന്ത് പറ്റുന്ന എനിക്ക് അറിയില്ല. അങ്കിളിനെ കാത്താണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നത്, അല്ലാതെ നിന്റെ കാത്തൊന്നല്ലെന്ന് മേജൻ അവനോട് കള്ളം പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശം ഒന്നും പറയാതെ മുകളിലേക്ക് കയറി പോകും. അപ്പോഴാണ് ജമാൽ അവനെ കോൾ ചെയ്യുന്നത്. ഇത്രയും നേരമായിട്ടും റിസ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ വാശിയോടെ തന്നെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ അവൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ആ CD ഞാൻ പരിശോധിച്ചു, അതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനത് വെറുതെ ഹൈദറിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അതിൽ ഹൈദറിന്റെ പേരിട്ടിരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ ആദേശം പറയും, ഇതില്ലെങ്കിൽ വേറൊരു വഴി നമ്മൾ എന്തെങ്കിലും നോക്കും. എന്തായാലും അവന് സത്യങ്ങളെല്ലാം നമ്മൾ പറയേണ്ടി വരും. അടുത്ത ദിവസം രാവിലെ തന്നെ ഹൈദർ നസീറിനെ വിളിച്ച് അവൻ്റെ സഹോദരനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇപ്പം അവനെ കാണാനില്ല. എൻ്റെ അടുത്തുള്ള ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം അവൻ്റെ കയ്യിലാണുള്ളത്. അതെല്ലാം വെച്ച് അവൻ എന്നെ ഭീഷണിപ്പെടുത്താണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നസീർ വിചാരിക്കും, എന്തിനാ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നതെന്ന്. അപ്പോഴാണ് ഹൈദർ പറയുന്നത്, ഇതെല്ലാം അവൻ ആദേശിനോട് പറയുന്നു പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താണ്. ആദേശ് കേൾക്കുമ്പോൾ പിന്നെ നസീറിന് ത്രില്ലായി. ആദേശത്തിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം, മേജന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞ് അവൻ ആ കോൾ കട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും ജമാലിനെയാണ്. അവർ അങ്കിളിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മേജൻ വരുന്നത്. ജമാൽ, നീ എൻ്റെ അങ്കിളിനെ കണ്ടിരുന്നോ? ഇന്നലെ മുതൽ അവരെ കാണാനില്ല. ഇത് കേൾക്കുമ്പോൾ ജമാല് കണ്ടിട്ടില്ലെന്ന് പറയുന്നു. അപ്പോഴാണ് ആസ്ലി അങ്ങോട്ട് ദേഷ്യം പിടിച്ചു വരുന്നത്. നിന്റെ അങ്കിൾ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കി നിൽക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പ്രശ്നം വെറുതെ വഷളാവണ്ടെന്ന് വിചാരിച്ച് ആദേശ് വേഗം മേജനെ കൊണ്ട് ഓഫീസിലേക്ക് പോകും. ഇതെല്ലാം കാണുമ്പോൾ ആസ്ലിക്ക് നല്ല ദേഷ്യം വരും. ആസ്ലി ജമാലോട് ചോദിക്കും, അല്ല നിങ്ങൾ അവനെ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം ജമാലൊന്നും പറയുന്നില്ലെങ്കിലും പിന്നെ ആസ്ലി പറയും, ഓ അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലേ, നിങ്ങൾ എന്നോടൊന്നും പറയുന്നില്ലല്ലേ. അവളെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് വേറെ വഴിയൊന്നുമില്ലാതെ ജമാൽ ആസ്ലിയോട് എല്ലാ കാര്യങ്ങളും പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആസ്ലി വേഗം നസീറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. നിനക്കിപ്പോൾ ഹീറോ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മേജൻ ഇപ്പോൾ അവളുടെ അങ്കിളിനെ കുറിച്ച് ആലോചിച്ച് നടക്കുകയാണ്. അവരെ ഇതുവരെയായിട്ടും അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദേശാണെങ്കിൽ മേജൻ്റെ കൂടെയുണ്ട്. പക്ഷേ ആദേശിന് മുൻപ് നീ അവളുടെ അങ്കിളിനെ കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ശരിക്കും അവളുടെ മുന്നിൽ ഒരു ഹീറോ ആവാം. ഈ ചാൻസ് നീ നന്നായി യൂസ് ചെയ്തോ. ഇത് കേൾക്കുമ്പോൾ നസീറിന് ഒരുപാട് സന്തോഷമാവും. അവൻ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ ലൊക്കേഷൻ അയച്ചുതരാൻ പറയും. അങ്ങനെ ഓഫീസിലേക്ക് വരുന്ന ആദേശിനെ മേജനെ കാണുമ്പോൾ നസീർ വേഗം മേജൻ്റെ അടുത്തേക്ക് വരും. മേജൻ, എനിക്ക് നിന്നോട് അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ മേജനും നസീറും കൂടി സംസാരിക്കാൻ വേണ്ടി കുറച്ച് മാറി നിൽക്കും. ആദേശം ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. നസീർ അവളോട് പറയും, നിന്റെ അങ്കിള് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. എനിക്കിപ്പോൾ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അവൾക്ക് ആ ലൊക്കേഷനെല്ലാം ഒരു പേപ്പറിൽ എഴുതി കൊടുക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് അവളുടെ അടുത്തേക്ക് വരും. അപ്പം മേജനും കാര്യങ്ങളെല്ലാം അവരോട് പറയും. അങ്കിൾ എവിടെയുള്ള കാര്യം നസീർ കണ്ടുപിടിച്ചു, ഇതാണ് ലൊക്കേഷൻ. അത് കാണുമ്പോൾ ആദേശ് ആ പേപ്പർ പിടിച്ച് വാങ്ങും. ഇപ്പം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് അത്യാവശ്യമായിട്ട് പോകണം, അതിനുശേഷം നീ ഇതിന് പോയിക്കോന്ന് പറയും. പക്ഷേ മേജൻ ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് അതിന് വാശി പിടിക്കും. അതുകൊണ്ട് തന്നെ ആദേശ് പറയും, എങ്കിൽ ശരി നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാമെന്ന് പറഞ്ഞ് ആദേശ് കാറെടുക്കും. അത് കാണുമ്പോൾ മേജനും പറയും, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്? പിന്നെ ഈ ജോലിയെല്ലാം വിട്ട് നിന്റെ അമ്മാവനെ കണ്ടുപിടിക്കാൻ വരികയാണല്ലോ ഞാൻ, അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ മേജന് പറയും, എങ്കിൽ നീ മീറ്റിങ്ങിന് പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അതൊരിക്കലും നടക്കില്ല, നമ്മൾ രണ്ടുപേരും തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ആദേശ് അവളെ കൊണ്ട് കാർ കയറി പോകും. ഇതെല്ലാം കാണുമ്പോൾ നസീറിന് നല്ല ദേഷ്യം വരും. അവൻ വേഗം ഹൈദറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. റിസയെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, ആദേശ് അവിടേക്ക് വരാൻ നിൽക്കുന്നുണ്ട്, നീ അതിന് മുൻപ് അവിടെ എത്തി അവൻ അവിടെ നിന്ന് കൊണ്ടുപോകണം. അതിനുശേഷം ആദേശും വേഗം ജമാലിനെ വിളിച്ച് കാര്യങ്ങൾ പറയും. മേജൻ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ വല്ലാതെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. എങ്കിലും റിസയെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പം ഞങ്ങൾ അവൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അത് കാണുമ്പോൾ തന്നെ ജമാലിന് കാര്യങ്ങൾ വേഗം മനസ്സിലാവും. അങ്ങനെ ആദേശും മേജനും ആ ലൊക്കേഷനിലെത്തും. അവിടെ നോക്കുമ്പോൾ ആരെയും കാണില്ല. അത് കാണുമ്പോൾ ആദേശം പറയും, കണ്ടോ ഇവിടെ ആരുമില്ല, നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാലോ, ചിലപ്പോൾ അവിടെ അങ്കിൾ ഉണ്ടാവും എന്നും പറഞ്ഞ് മേജൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കിയായിരിക്കും. പക്ഷേ ആദേശത്തിന് സമ്മതിക്കില്ല. നീ കണ്ടില്ലേ ഇവിടെയെല്ലാം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, എവിടെയൊന്നും ചുറ്റും ആരുമില്ല, നിന്റെ അങ്കിളും ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവർ തിരിച്ചു നടക്കുകയായിരിക്കും. അപ്പോഴാണ് കറക്റ്റ് സമയത്തിന് റിസ അവൻ്റെ കയ്യിലിരിക്കുന്ന കെട്ടെല്ലാം ഒരു വിധത്തിൽ അഴിച്ച് അവിടെ ഇരിക്കുന്ന ഗേർഡ്സിനെ വെടി വെച്ച് കൊന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ റിസ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദേശം മേജൻ അവരെ കാണും. അങ്കിളിനെ കണ്ട സന്തോഷത്തിൽ മേജൻ അവരുടെ അടുത്തേക്ക് വരികയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവരുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് ശ്രദ്ധിക്കുന്നത്. എന്താ കാര്യം തിരക്കുമ്പോൾ അത് വേറെ ഒന്നുമില്ല, ഒരു ചെറിയ കാര്യം ഡീൽ ചെയ്യാണ്ടായിരുന്നു, ഇപ്പം എന്തായാലും അതെല്ലാം ശരിയായി. മോളോട് എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അവർ ആദേശിനെ നോക്കി പറയും. മോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ താഹിറില്ലേ, അവനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ഞാനിപ്പം മോളോട് പറയാൻ പോവാണ്. നീ അന്വേഷിക്കുന്ന താഹിർ വേറെ ആരുമല്ല എന്നും പറഞ്ഞ് റിസ കാര്യം പറയാൻ പോവായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ റിസയെ ഒരാൾ ദൂരെ നിന്നും വെടിവെക്കും. അത് വേറെ ആരും ആവില്ല, നമ്മുടെ ഹൈദർ തന്നെയായിരിക്കും. നസീർ പറഞ്ഞത് പ്രകാരം ഹൈദർ അവിടെ എത്തിയിട്ടുണ്ടാവും. ഹൈദർ വിചാരിക്കും റിസ അവൻ്റെ കാര്യങ്ങളെല്ലാം ആദേശിനോട് പറയാൻ പോവാണെന്ന്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈദർ റിസയെ കൊല്ലുന്നത്. ഈ കാര്യങ്ങളൊന്നും ഇപ്പം അവിടുത്തെ ആർക്കും അറിയില്ല. അവർ രണ്ടുപേരും നോക്കുമ്പോൾ റിസ താഴെ വീണെടുക്കുകയാണ്. ആദേശാണെങ്കിൽ വെടിവെക്കുന്ന സൗണ്ട് ഇട്ട് വേഗം മേജൻ ഒരു സ്ഥലത്തേക്ക് പിടിച്ചു മാറ്റി അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം കാണിച്ചതോടുകൂടി ഈ 2 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വൈകാതെ തന്നെ
അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോഴും ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് എല്ലാം കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ബായ്.